Professor Online Tuition. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SSLCയിലെ ഫിസിക്സ് ചാപ്റ്റർ 1-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ വേവ് ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ വെൻ ഇ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻടു ഈസ് ഷോൺ ബിലോ. അതായത് നമ്മളൊരു വെള്ളത്തിലേക്ക് ഒരു കല്ലെറിയാൻ നേരത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു വേവ് ആണ് നമുക്കിവിടെ ഗ്രാഫിക്കലായിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി തന്ന കാര്യമാണ് ഡിസ്റ്റൻസ്, നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുന്ന ഡിസ്റ്റൻസ് ആണ് എന്നും ഇവിടോട്ട് നമുക്ക് തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുണ്ട്? എ എന്നുള്ളൊരു സംഭവം ഉണ്ട്, ബി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വേവ് ടേക്സ് 1 second ടു റീച്ച് ബി ഫ്രം എ. അതായത് എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു വേവിന് എത്ര സെക്കൻഡ് വേണ്ടി വന്നു? 1 സെക്കൻഡ് വേണ്ടി വന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് ദിസ്? അപ്പോൾ ഇത് എന്ത് വേവ് ആണ്? അപ്പോൾ നമുക്ക് അറിയാം, ഇങ്ങനെയുള്ള വേവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇങ്ങനെയുള്ള വേവ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഹൗ ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്? എങ്ങനെയായിരിക്കും അപ്പോൾ അവിടുത്തെ ആ വേവിലുള്ള അവരുടെ പാർട്ടിക്കിൾസിന്റെ മോഷൻ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് മോർ എക്സാമ്പിൾസ് ഫോർ സച്ച് വേവ്സ് എന്നുണ്ട് കേട്ടോ, ഫോർ സച്ച് വേവ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു വേവ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 എക്സാമ്പിൾ ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യാം? നമുക്ക് ലൈറ്റ് വേവ്സ് ആഡ് ചെയ്തുകൂടെ? ലൈറ്റ് വേവ്സ് ആഡ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യാം? റേഡിയോ വേവ്സും ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ചധികം വേവ്സ് ഉണ്ട്, പക്ഷെ നമുക്കിവിടെ 2 മതി പറഞ്ഞുകൊണ്ട് നമ്മൾ 2 എഴുതി. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? ഇതിന്റെ ഫ്രീക്വൻസി is equal to F is equal to 3/1. 3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 3ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് കിട്ടി. അതേപോലെ തന്നെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 10 സെന്റിമീറ്റർ? കാര്യമാണ്, ഇങ്ങോട്ടേക്ക് നമ്മൾ മേലോട്ട് പോവാൻ നേരത്ത് ഇവിടെ എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് നമുക്ക് തന്നാണ്? 10 സെന്റിമീറ്റർ ഉണ്ടെന്ന് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്? അപ്പോൾ ഈ ഒരു വേവിന്റെ ഫ്രീക്വൻസിന്റെയും വേവ് ലെങ്തിന്റെയും റിലേഷൻ എന്താണ്? എന്താണ് റിലേഷൻ? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. മനസ്സിലാവുന്നുണ്ടോ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് എബവ് വേവ്? അപ്പോൾ മേലുള്ള വേവിന്റെ വേവ് ലെങ്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇനി എച്ച് ആണെന്നുണ്ടെങ്കിലോ? എച്ച് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഹൗ മെനി ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ദർ? ഇവിടെ എത്ര ക്രസ്റ്റ് എത്ര ട്രഫ് ഉണ്ടെന്ന്. ക്രസ്റ്റ് ഈസ് ഈക്വൽ ടു ട്രഫ് ഈസ് ഈക്വൽ ടു, നമുക്ക് എത്ര ക്രസ്റ്റ് ഉണ്ട്? 1 2 3. അപ്പൊ എത്ര ട്രഫ് ഉണ്ട്? 1 2 3 3 3. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡു ഫോളോ.